എങ്ങനെ ഒരു യൂട്യൂബ് ഓട്ടോമേഷൻ ചാനൽ തുടങ്ങാം? ഇതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്കൊരു മലയാളത്തിൽ ആദ്യത്തെ AI ഓട്ടോമേഷൻ ചാനൽ കാണിച്ചു തരാം. ഈ ചാനൽ കഴിഞ്ഞ 2 മാസം കൊണ്ട് ഓൾമോസ്റ്റ് 20K സബ്സ്ക്രൈബേഴ്സും 12 മില്യൺ അധികം വ്യൂസും നേടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചാനൽ മോണിറ്റൈസ് ആയോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ ആക്ച്വലി ഫെബ്രുവരി 12 ഈ ചാനൽ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന് മലയാളത്തിൽ ആദ്യത്തെ ഓട്ടോമേഷൻ ചാനലാണ്. നിങ്ങൾ നോക്കുന്ന ഈ ചാനലിൽ ഫേസ് ഇല്ല, ക്യാരക്ടർ ഇല്ല. ഇങ്ങനത്തെ ചാനലുകളെയാണ് ഞാൻ ഓട്ടോമേഷൻ ചാനലുകൾ അല്ലെങ്കിൽ ഫേസ്ലെസ് ചാനലുകൾ എന്ന് പറയുന്നത്. എനിക്ക് യൂട്യൂബ് ഓട്ടോമേഷൻ ചാനലുകളിൽ 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്കല്ല, വേറൊരു ആൾക്ക്. ബട്ട് ഞാൻ യൂട്യൂബിൽ ചാനൽ ടോപ്പ് നിൽക്കുന്ന ചാനൽ നോക്കി അവരുടെ സ്റ്റെപ്സ് എന്താണ് മനസ്സിലാക്കി. സോ എന്റെ എക്സ്പീരിയൻസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു യൂട്യൂബ് ഓട്ടോമേഷൻ ചാനൽ തുടങ്ങാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. The 5 steps for YouTube automation. Step 1. Selecting the right niche. യൂട്യൂബ് ഓട്ടോമേഷൻ തുടങ്ങുന്നതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തെന്നാൽ സെലക്ടിങ് ദ റൈറ്റ് നിഷ് ആണ്. നമ്മൾ ഇത് തുടങ്ങുന്നതിന്റെ ലക്ഷ്യം നല്ല വ്യൂസ് കിട്ടുക, അതിലൂടെ നല്ല മണി ഏൺ ചെയ്യുക എന്നതാണ്. ഹൈ RPM നിഷ്: ഫിനാൻസ്, ടെക്, മേക്ക് മണി ഓൺലൈൻ, ട്രാവൽ, ഇൻവെസ്റ്റിംഗ്, real estate, affiliate marketing, etc. Low RPM niche: scary videos, pranks, entertainments, gaming. Tips: വ്യൂസും മണിയുമാണ് ലക്ഷ്യമെങ്കിൽ ലോ RPM niche അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റെപ്പ് 2. യൂസിംഗ് ഓട്ടോമേഷൻ ടൂൾസ്. ഇന്ന് നമുക്ക് പല ടൂൾസും അവൈലബിൾ ആണ്. 60 മിനിറ്റ്സിൽ ചെയ്യുന്ന പണി 2 to 5 മിനിറ്റ്സിൽ തീർക്കാം. ഗൂഗിൾ ട്രെൻഡ്സ്: നിങ്ങളുടെ വീഡിയോ ഐഡിയ വൈറലാക്കുമോ എന്ന് ചെക്ക് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാം. ഡിമാൻഡ് എത്രത്തോളം ഉണ്ടെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. VidIQ: കോമ്പറ്റീറ്റേഴ്സിന്റെ ബെസ്റ്റ് പെർഫോമിംഗ് വീഡിയോ കണ്ടുപിടിക്കാനും അവരുടെ ടാഗ് ചെക്ക് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. വൈറലാവാനുള്ള കീവേഡ്സും ഇതിലൂടെ കണ്ടുപിടിക്കാം. സ്റ്റെപ്പ് 3. അനലൈസിംഗ് യുവർ യൂട്യൂബ് നിഷ്. ഈ സ്ട്രാറ്റജി യൂസ് ചെയ്താൽ വൈറലാവാനുള്ള ചാൻസ് കൂടും. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് എങ്ങനെയാണ് വീഡിയോ ചെയ്തത്, അവർക്ക് എങ്ങനെ സംസാരിക്കുന്നു, അവരെ തംബ്നെയിൽ എങ്ങനെ ഉണ്ടാക്കുന്നു, യൂട്യൂബിലൂടെ തുടക്കത്തിൽ എങ്ങനെ ഹുക്ക് ചെയ്യുന്നു എന്നെല്ലാം അനലൈസ് ചെയ്യണം. 90% ഓഫ് യൂട്യൂബേഴ്സും കോപ്പി ചെയ്താണ് തുടങ്ങുന്നത്. അവരുടെ ഒരു ആവറേജ് ലെവലെങ്കിലും എത്താൻ ഈ സ്ട്രാറ്റജി ഹെൽപ്പ് ചെയ്യും. സ്റ്റെപ്പ് 4. യൂസിംഗ് ക്രിയേറ്റിംഗ് ടൂൾസ്. വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എഡിറ്റിംഗും തംബ്നെയിലുമാണ്. തംബ്നെയിൽ: ക്യാൻവ യൂസ് ചെയ്ത് 2 to 3 മിനിറ്റ്സിൽ നല്ല തംബ്നെയിൽ ഉണ്ടാക്കാം. എഡിറ്റിംഗ്: CapCut ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഫ്രീ ആണ്, പിന്നെ സിമ്പിൾ ആണ്. മൊബൈൽ യൂസേഴ്സിന് ഇൻഷോട്ട് യൂസ് ചെയ്യാം. പ്രീമിയർ പ്രോ പോലെയുള്ള പഠിച്ചു വരാൻ സമയം എടുക്കും, അതുകൊണ്ട് ഈസി ടൂൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. സ്റ്റെപ്പ് 5. ഹൗ ടു മേക്ക് മണി. പൈസ ഉണ്ടാക്കാൻ പല വഴികളുണ്ട്. യൂട്യൂബ് ആഡ്സെൻസ്: നല്ല വ്യൂസ് കിട്ടിയാൽ ആഡ്സെൻസ് വഴി നല്ല റവന്യൂ കിട്ടും. 8 മിനിറ്റ് സ്ട്രാറ്റജി: 8 മിനിറ്റ് മുകളിലുള്ള വീഡിയോസ് ഉണ്ടാക്കിയാൽ യൂട്യൂബിൽ നിന്നും മൾട്ടിപ്പിൾ ആഡ്സ് റൺ ചെയ്യാൻ പറ്റും. അഫിലിയേറ്റ് മാർക്കറ്റിംഗ്: പ്രൊഡക്റ്റ് റിവ്യൂയോ സമ്മറിയോ പറഞ്ഞ് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. ആമസോൺ, ഫ്ലിപ്കാർട്ട് അഫിലിയേറ്റ് വഴി കമ്മീഷൻ കിട്ടും. സ്പോൺസർഷിപ്പ്: നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് കിട്ടും, പക്ഷേ ബെറ്റിംഗ് ആപ്സ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഡിജിറ്റൽ പ്രൊഡക്ട്സ്: ഇ ബുക്ക്, കോഴ്സ്, ടെംപ്ലേറ്റ്സ് എല്ലാം സെൽ ചെയ്യാൻ പറ്റും. അടുത്ത വീഡിയോയിൽ ഇത് എങ്ങനെ പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.